ആദിലയോട് ക്ഷമിച്ചാലും താൻ അനുമോളുടെ അടുത്ത് ക്ഷമിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അക്ബർ. അക്ബർ കഴിഞ്ഞ ദിവസം പാവമോഷണം പോയതിന് ശേഷം ഭയങ്കരമായിട്ട് വിഷമത്തിലും ഭയങ്കര ഒരു ഡൗണിലായിരുന്നു അക്ബർ. പാവ പോയതിൻ്റെ വിഷമം മാത്രമല്ല, അനുമോള് അക്ബറിനെ പറഞ്ഞതിലും അക്ബറിന് നല്ല വിഷമമുണ്ട്. നല്ല സ്പിരിറ്റോടു കൂടിയായിരുന്നു അക്ബർ കളിച്ചുകൊണ്ടിരുന്നത്. പാവ കൂടി പോയി കഴിഞ്ഞ് തനിക്കതിൻ്റെ മുൻപന്തിയിൽ എത്താൻ പറ്റില്ല. അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് റിസ്ക് എടുത്ത് കളിച്ചിട്ട് താൻ ഏറ്റവും മുൻപിൽ നിന്നിരുന്ന താൻ ഒന്നുമല്ലാതെ താഴോട്ട് പോയപ്പം അതിൻ്റെ സങ്കടം അക്ബറിനെ നല്ലതുപോലെ അലട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലേറെ സങ്കടം അനുമോള് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഓർത്തിട്ട് അക്ബറിനുണ്ട്. അതിലെൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് പാവം മോഷണം പോയപ്പോൾ സങ്കടം വന്നു. എൻ്റെ പാവം ഞാൻ ഫുള്ള് ഇവർക്ക് രണ്ടുപേർക്കും നെവിനും ആര്യനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവർ പറഞ്ഞു പലരുടെയും പാവം മോഷ്ടിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിന് തോന്നിയില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ടെടുക്കുന്നതല്ലേ എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഗെയിമാണ്. അതിൽ കളിച്ചത് അതിലൂടെ ഗെയിമാണ്. എന്തെങ്കിലും പ്രശ്നം അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമായിരുന്നു. അങ്ങനെ കട്ടെടുത്ത് കളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാവയെ സൂക്ഷിക്കണം. അതിൻ്റെ അർത്ഥം പാവയെ മോഷ്ടിക്കാമെന്ന് തന്നെയാണ്. അതിന് പല ബിഗ് ബോസിലും ഇതിന് മുൻപേ നടന്നിട്ടുണ്ട്. എല്ലാവരും അക്ബറിനെ ആ ഒരു രീതിയിൽ സിമ്പതി കാർഡ് കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പാവയെ മോഷ്ടിക്കുന്നില്ല. പക്ഷേ ഈ സെയിം അനുവിൻ്റെ പാവ നമ്മുടെ നെവിൻ മോഷ്ടിച്ചിട്ടുണ്ട്, ആര്യൻ മോഷ്ടിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളും കണ്ടില്ല. അപ്പം അതവിടെ നിൽക്കട്ടെ. അക്ബറിന് അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അക്ബറിന് ആ ഗെയിമിൽ താൻ ഔട്ടായതിൽ ഓർത്ത് വിഷമമുണ്ട്. പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അക്ബർ പറയുന്നുണ്ട്, അനു പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പറയും, ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അക്ബറിന് വേറൊരു വിഷമമുള്ളത്, ഇവരാരും അക്ബറിൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. കാരണം വന്ന സമയത്തൊക്കെ ഒരുപാട് ഗ്രൂപ്പിസം കളിച്ച് ഗ്രൂപ്പുകൾ കൂട്ടി ഒരുപാട് ആൾക്കാരെ ചേർത്ത് നിർത്തി കളിച്ച ഒരാളാണ് അക്ബർ. പക്ഷേ ഗ്രാജ്വലി ആ ഗ്രൂപ്പുകളൊക്കെ പോയി അക്ബറിന് ശൗര്യം ചോർന്ന് പോയി. ഇപ്പം ആരുമില്ല. അക്ബർ പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ അടുത്ത് ആര്യൻ മാത്രമേ നല്ലതുപോലെ മിണ്ടാറുള്ളൂ. ഇവിടെ അക്ബറും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്ബറും ഭയങ്കരമായിട്ടൊരു ഗ്രൂപ്പിസത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് പല ഫ്രണ്ട്സിനെയും വെച്ച് കളിച്ചൊരു സമയം അക്ബറിനും ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും പോയി എന്ന് വെച്ചിട്ട് ശൗര്യം ചോർന്ന് പോകേണ്ട ആവശ്യമില്ല. അതിനകത്തൊരു സിമ്പതി ഇറക്കേണ്ട കാര്യവുമില്ല. കാരണം ആ ടൈമിൽ അക്ബറും എല്ലാവരെയും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചൊറിഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അക്ബർ ഇത് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും. അനുമോൾക്ക് എന്തായാലും ഈ ആഴ്ച എല്ലാം കൊണ്ടും ഗോളാണ്. ഒരുപാട് കാര്യങ്ങൾ അനുമോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അനുമോൾക്ക് ഇതൊന്നും ഇല്ലാതെ അനുമോൾക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. അതാണ് അനുമോളുടെ ഏറ്റവും വലിയ ഫോൾട്ട്. ഇതിപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ അതൊക്കെ എപ്പിസോഡ്സിൽ വരുമ്പോൾ അനുമോളുടെ ഭാഗത്ത് തെറ്റായിട്ടാണ് കൂടുതലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും നല്ല പണി കിട്ടും.